أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വേനലവധി അവസാനിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിന്തകളിലാണ് നമ്മളെല്ലാവരും. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടികളും സ്കൂളിൽ പോകണമല്ലോ, കലാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണല്ലോ എന്ന ആവേശത്തിലും ഒക്കെയാണ് മക്കളുള്ളത്. അവരെ അതിനുവേണ്ടി സജ്ജമാക്കുന്ന തിരക്കിലാണ്, ആശങ്കയിലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിലാണ് രക്ഷിതാക്കളുള്ളത്. നമ്മൾ പുതിയ സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ പെരുമാറ്റ മര്യാദകളും ഒക്കെ. ഒരു സമയത്ത് അറിവ് നേടുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് ഒരുപാട് മാറ്റങ്ങളുടെ ഒരു വലിയ മാർഗമായിരുന്നു, കാരണമായിരുന്നു. അത് കുട്ടികളുടെ, വളർന്നു വരുന്ന ആളുകളുടെ സംസ്കാരത്തിൽ, പെരുമാറ്റത്തിൽ, വേഷവിധാനങ്ങളിൽ, ജീവിത ശൈലിയിലെല്ലാം വളരെ ഗുണപരമായ, പോസിറ്റീവായ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇന്ന് പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന പലതും വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നു. എന്നാൽ അതോടൊപ്പം കുട്ടികളുടെ തെറ്റായ പെരുമാറ്റ രീതികൾ സ്വീകരിക്കുന്നതിൽ പലപ്പോഴും ഇത്തരം ഇടങ്ങൾ കാരണമാകുന്നു. അത് സ്ഥാപനങ്ങളോ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ അല്ല, മറ്റു പല കാര്യങ്ങളും അതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: നല്ല ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കുട്ടികളോടും രക്ഷിതാക്കളോടും ഒരുപോലെ പറയാനുള്ളത്. ഒരു വലിയ നഷ്ടമായിരിക്കും ഒരുപക്ഷെ ദീർഘമായ 15-20 വർഷ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കാനിരിക്കുന്നത്. അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ
വളരെ ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. കുട്ടികളോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്താനുള്ളതാണ്. നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ജീവിത രീതിയുടെ പര്യവസാനം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഇതിങ്ങനെ പോയാൽ എന്താ സംഭവിക്കാം, ഇതെവിടേക്കാണ് എത്തുക, അതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ജാഗ്രത ആവശ്യമുണ്ട്. ഒന്ന്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യത്തെ അതിന്റെ ഏറ്റവും അനുയോജ്യമായ സമയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി. പലപ്പോഴും ഓരോ രക്ഷിതാവിന്റെയും ഉള്ളിൽ തന്റെ കുട്ടിയെക്കുറിച്ച് അമിതമായ ആത്മവിശ്വാസമാണ് ഉണ്ടാവുക. ഒരു തെറ്റിൽ പിടിക്കപ്പെടുന്ന കുട്ടിയെ സംബന്ധിച്ച് രക്ഷിതാവ് പ്രകടിപ്പിക്കാറുള്ള ആദ്യത്തെ വാചകം എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല എന്നാണ്. എന്റെ കുട്ടി അത്തരം ആളല്ല. അത്തരം നല്ല പ്രതീക്ഷകൾ നല്ലതാണ്. എന്നാൽ ചില യാഥാർത്ഥ്യ ബോധങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏത് സമയത്തും എങ്ങോട്ടും കുട്ടികളുടെ മനസ്സ് ചാഞ്ചാടി പോകാൻ സാധ്യതയുള്ള, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓരോ രക്ഷിതാവിന്റെയും മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അതിന്റെ സമയത്ത് ചിന്തിക്കുകയും അപകടങ്ങൾ, അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലെടുക്കുകയും വേണം. എല്ലാം കൈവിട്ടു പോയതിനു ശേഷം പറ്റിപ്പോയല്ലോ ഇനി എന്തു ചെയ്യുമെന്ന് വിലപിക്കുന്നതിൽ അർത്ഥമില്ല. നേരത്തെ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുകയാണ് ആ വിഷയത്തിൽ വേണ്ടത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓരോ രക്ഷിതാവിനെയും ഓരോ വിദ്യാർത്ഥിയെയും സംബന്ധിച്ചിടത്തോളം പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടായിരിക്കലാണ്. ഇതൊക്കെ വളരെ ലളിതമാണ്. ഇവിടെയെല്ലാം കാര്യങ്ങൾ വളരെ സുഗമമാണ്. ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയാൽ വെട്ടിപ്പിടിക്കാവുന്ന ലോകമൊക്കെ വെട്ടിപ്പിടിക്കാൻ സാധിക്കും, വലിയ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും എന്നൊക്കെ നമ്മൾ നോർമലി ചിന്തിക്കേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ വളരുന്ന സാഹചര്യമെന്ത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന സാഹചര്യമേത്, അവിടേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ എവിടെയാണ്, ഏത് സമയത്താണ് എന്റെ വഴി മാറി സഞ്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, എവിടെയാണ് പിഴച്ചു പോകുക, ഏതാണ് അപകടകരമായിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ച് നല്ല ബോധം രക്ഷിതാക്കൾക്കും ഉണ്ടാകണം, കുട്ടികൾക്കും ഉണ്ടാകണം. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നന്മയിലേക്കുള്ള വാതിലുകളുടെ എണ്ണം വളരെ പരിമിതവും തിന്മകളുടെ ലോകത്തേക്കുള്ള വാതിലുകളുടെ എണ്ണം അത് അനന്തവുമാണ്, കണക്കാക്കാൻ കഴിയാത്തതാണ്. വീട്ടിനകത്ത്, വീട്ടിന് പുറത്ത്, വിദ്യാലയങ്ങളിൽ, വിദ്യാലയ പരിസരങ്ങളിൽ, യാത്രകളിൽ, വാഹനങ്ങളിൽ, ഹോസ്റ്റൽ മുറികളിൽ, ക്ലാസ് മുറികളിൽ, ക്യാമ്പസിനകത്ത്, കൂട്ടുകാർക്കിടയിൽ എല്ലാം തെറ്റിലേക്കുള്ള വാതിലുകളാണ് കൂടുതലുള്ളത് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പുതിയ പ്രവണതകളെ കുറിച്ചുള്ള നല്ല ജാഗ്രത രക്ഷിതാക്കൾക്കുണ്ടാകണം. ഇപ്പോഴെന്താണ് പുതിയ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ മകന്റെ പ്രായത്തിലുള്ള, എന്റെ മകളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ ജീവിതത്തിലുള്ള അവരെന്തെല്ലാമാണ് കാണുന്നത്, അവരെന്തെല്ലാമാണ് കേൾക്കുന്നത്, അവരെ ആരാണ് സ്വാധീനിക്കുന്നത്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറയുന്നു 99.9% രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ച് ആവശ്യത്തിനുള്ള ധാരണയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. 99.9% രക്ഷിതാക്കൾക്കും ഫോൺ പ്രശ്നമാണ് എന്നറിയാം, ലഹരി പെരുകുന്നു എന്നതറിയാം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ അപ്പുറത്തേക്ക് അറിയാനോ നമുക്ക് കഴിയില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമുക്കത് അറിയേണ്ടതില്ല എന്നൊരു മനോഭാവമാണുള്ളത്. അവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിർദ്ദേശങ്ങൾ എവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അതിനെ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ സുഹൃത്തുക്കളെ, കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒന്ന് സോഷ്യൽ മീഡിയ കണ്ടന്റുകളാണ്. സോഷ്യൽ മീഡിയക്കകത്തുള്ള വീഡിയോസ്, ഇമേജസ്, വാർത്തകൾ, ചിത്രങ്ങൾ, പലതരത്തിലുള്ള ട്രോളുകൾ, ഗെയിമുകൾ, ഇങ്ങനെ പല ജാതി സാധനങ്ങൾ, സിനിമകൾ, പിന്നെ സീരിയലുകൾ, വെബ് സീരീസുകൾ,
പോഡ്കാസ്റ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ ഫോണിലുണ്ട്. നമ്മൾ വാങ്ങിക്കൊടുത്ത 1 ലക്ഷവും 1.5 ലക്ഷവും വിലയുള്ള വലിയ ഫോണുകൾക്കകത്ത് വലിയ സംവിധാനങ്ങൾ, സദാസമയം മിനിറ്റുകൾ കൊണ്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളും ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ഇതിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സിനിമകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ബ്ലോഗർമാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇൻഫ്ലുവൻസർമാർ കുട്ടികളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ 5 നേരം നിസ്കരിക്കണം എന്നാണോ? നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്നാണോ? നിങ്ങൾ മറ്റെന്തെങ്കിലും സമൂഹത്തെ സേവിക്കണമെന്നാണോ? ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. തീരല്ല എന്നല്ല പറയുന്നത്. പക്ഷെ മഹാഭൂരിഭാഗവും ലഹരി ഉപയോഗിച്ചുള്ള ജീവിതത്തിന്റെ ഉന്മാദാവസ്ഥയെ ജനങ്ങൾക്ക് മുന്നിൽ അതൊരു ഹീറോയിസമായി പഠിപ്പിക്കുകയാണ്. അതിനൊരു നായക പരിവേഷം നൽകുകയാണ്. തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ്. മാതാവിന്റെ നിയന്ത്രണങ്ങൾ അത് അടിമത്തമാണെന്ന് പഠിപ്പിക്കുകയാണ്. പിതാവിന്റെ നിയന്ത്രണങ്ങൾ അത് സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണെന്ന് പഠിപ്പിക്കുകയാണ്. അധ്യാപകന്റെ ഗുണദോഷം അത് പുച്ഛത്തോടുകൂടി കാണേണ്ട ഒരു മോശമായ സംഗതിയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ്. എന്താണ് വേണ്ടത്? നമുക്ക് സ്വാതന്ത്ര്യം വേണം. നമുക്ക് ഇഷ്ടം പോലെ എന്തും തോന്നിയത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഞാൻ ആവർത്തിച്ചു പറയാറുള്ള സംഗതിയാണ്. പാശ്ചാത്യ ലോകത്തേക്ക് വിദ്യാഭ്യാസ കരിയർ മേഖല പറിച്ചു നടാൻ ആവർത്തിച്ചു കുട്ടികൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുമെന്നതല്ല, അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്നതല്ല, പിന്നെന്താണ്? അവിടെ കിട്ടുന്ന ഫ്രീഡമാണ്, അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. നിയന്ത്രിക്കാൻ ആളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാമെന്ന ഉള്ളിലെ വികാരമാണ്, താല്പര്യമാണ് യഥാർത്ഥത്തിൽ പുറം ലോകത്തേക്ക്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തേക്ക് ലക്ഷങ്ങൾ മുടക്കി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ ഉള്ളിലെ ഒരു വികാരം. ലക്ഷക്കണക്കിന് രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങി ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നല്ല കോഴ്സ് ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ, തെറ്റായ രൂപത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർ എന്ത് പ്രോത്സാഹിപ്പിക്കുന്നു, അവർ ഏതു തരത്തിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുട്ടികൾക്ക് നമ്മുടെ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, നമ്മുടെ ഫോൺ സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി വീടിനകത്ത് പഠനത്തിന്റെ പേരിൽ റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ട് ഫോണുമായി കമ്പ്യൂട്ടറുമായി ഇരിക്കുന്ന കുട്ടി അപകടത്തിലാണ് എന്ന് ഒരു രക്ഷിതാവിന് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും മോശം പാരന്റിംഗ് ആണ്. ഒരു രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് നമ്മൾ വലിയ തോൽവിയാവുകയാണ്, വലിയ പരാജയമാവുകയാണ്. വീട്ടിനകത്ത് ഞാൻ പറയുന്ന കുട്ടികളോട് പറയുന്നത്, നമ്മൾ ഒറ്റക്കും ഒരു ഫോണുമാകുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു സത്യസന്ധമായി സ്വന്തം മനസ്സിനോട്, മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. കഴിയില്ല എന്നതാണ്. പഠനത്തെക്കാൾ ഉപരി മറ്റു പലതിലേക്കുമാണ് ശ്രദ്ധ പോവുക, മറ്റു പലതുമാണ് കാണുക. നോക്കൂ, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, സ്നാപ്ചാറ്റിൽ അക്കൗണ്ട് ഉണ്ട്, അല്ലെ? യൂട്യൂബ് സ്ഥിരമായി അത് മണിക്കൂറുകളോളം അതിനകത്ത് സമയം ചെലവഴിക്കാണ്. ഇവിടെ നമ്മൾ കേട്ട കുറേയധികം അവിഹിത ബന്ധങ്ങളുടെ കഥകളുണ്ട്. 40 വയസ്സുകാരൻ 15 വയസ്സുകാരിയുമായി പ്രണയത്തിലാകുന്നു, അല്ലെ? 18 വയസ്സുകാരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ കാത്തു നിൽക്കുന്നു. അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത് അയാൾക്ക് 60 വയസ്സാണെന്ന്. എവിടെ നിന്നാണ് ഇവർ പരിചയപ്പെട്ടത്? എവിടെ നിന്നാണ് ഇവർ കണ്ടത്? സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ്. ഞാൻ പറയുന്നത്, ഫോൺ ഉപയോഗിച്ച് പഠിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിലായിരിക്കണം. ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച്, മറ്റു ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം അവർക്ക് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഇനി 10 മാർക്ക് കുറഞ്ഞാലും ശരി, ഒരു ക്ലാസ്സിൽ തോറ്റുപോയാലും ശരി,
നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ലേ? ഫോൺ ഉപയോഗിച്ചുള്ള പഠനം അത് നമ്മുടെ ശ്രദ്ധയിലല്ലാതെ നടത്താൻ സാധ്യമല്ലെന്നാണോ? എങ്കിൽ ആ പഠനം വേണ്ട എന്നാണ് തീരുമാനിക്കേണ്ടത്. 10 മാർക്കേ കുറഞ്ഞു പോകുള്ളൂ. നമ്മുടെ കുട്ടി ലഹരിക്കടിമയായി പോവുകയില്ല. നമ്മുടെ മക്കൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോവുകയില്ല. നമുക്ക് അവരുടെ നല്ല ഭാവിയെ സുരക്ഷിതമാക്കി നിർത്താൻ സാധിച്ചേക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഉമ്മമാർ, എന്താണ്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അക്കൗണ്ട് ഉള്ളവരാണ് രക്ഷിതാക്കൾ. എന്നിട്ട് അവർ കുട്ടികളെ പഠിക്കാൻ വിട്ട് മണിക്കൂറുകളോളം ദീർഘമായ സമയങ്ങളിൽ ഫോണിനകത്ത് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവർ പഠിക്കുന്നുണ്ടോ? അവർ വായിക്കുന്നുണ്ടോ? അവർ മറ്റെന്തെങ്കിലും ഏർപ്പെടുകയാണോ? ഇതൊന്നും ഒരു രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല. അവർക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നോക്കി തീരാത്ത വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്, സ്ക്രോൾ ചെയ്ത് അവസാനിക്കാത്ത ഇൻസ്റ്റഗ്രാം, പിന്നെ റീലുകളും ഷോർട്സുകളും വീഡിയോസുമാണ്. ഏതെങ്കിലും കാലത്ത് തീരുമോ? യൂട്യൂബിലെ വീഡിയോസ് കണ്ടു തീരുമോ? ഓരോ ദിവസവും കോടാനക്കോടി വീഡിയോ കണ്ടന്റുകളാണ്, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പിന്നെ മെറ്റീരിയലുകളാണ് ഇതിനകത്തൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഇത് 100 ജന്മം ഒരു മനുഷ്യന് കണ്ടാലും തീരാത്തത്ര സാധനങ്ങൾ ഇതിനകത്തുണ്ടാവും, അല്ലെ? നോക്കി, ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മേഖലയിലെ ഒരാളുമായി ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ നടത്തിയാൽ ആ 20 മിനിറ്റ് അല്ല അതിന്റെ ഔട്ട്പുട്ടായി പുറത്തു വരുന്നത്. 20 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടാകും, പിന്നെ അതിൽ നിന്നൊരു 100 റീൽസ് ഉണ്ടാകും, അതിൽ നിന്നൊരു 100 ഷോർട്സ് ഉണ്ടാകും, അതിൽ നിന്ന് വേറെ തഗ് വീഡിയോസ് വേറെ ഉണ്ടാകും, അത് വേറെ ട്രോളായിട്ട് ഇറങ്ങും. 20 മിനിറ്റ് വെച്ച് 2000 കണ്ടന്റ് ഉണ്ടാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കും. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് വീഡിയോ കാണാൻ വേണ്ടി ഫോൺ തുറന്ന് 5 മണിക്കൂർ പോകുന്നതറിയാതെ അതിൽ കഴിച്ചുകൂട്ടും. ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സംഭവിക്കുന്ന സംഗതിയാണ്. പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് അങ്ങനെ ആരുടെയും സ്വാതന്ത്ര്യത്തിനൊരു ഡിവൈസും വിട്ടുകൊടുത്ത് ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്ന് അങ്ങനെ ആശ്വസിച്ചിരിക്കാനുള്ളതല്ല. അത് രക്ഷിതാക്കളുടെ നിർദ്ദേശത്തിനകത്ത്, നിയന്ത്രണത്തിനകത്ത്, നിരീക്ഷണത്തിനകത്തായിരിക്കണം കുട്ടിയുടെ പഠനം വീട്ടിനകത്ത് നടക്കേണ്ടത്. കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം സ്വയം അത്തരം ചില നിയന്ത്രണങ്ങൾ തീർക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ ഉമ്മ കാണുന്നിരുന്നേ ഫോൺ നോക്കൂ, ഞാൻ എന്റെ രക്ഷിതാവിന്റെ കാഴ്ചക്ക് നിരീക്ഷണത്തിനകത്തിരുന്നു മാത്രമേ ഫോൺ ഉപയോഗിച്ചുള്ള പഠനത്തിലേക്ക് പോകൂ എന്ന് ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചാൽ അവൻക്ക് വിജയകരമായ ഒരു ജീവിതം സാധ്യമാകും. അവന്റെ കരിയറിൽ മാക്സിമം ലെവലിൽ എത്തിപ്പിടിക്കാൻ അവർക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഒരു വലിയ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗെയിമുകൾ വേറെ എടുത്ത് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഗെയിം അഡിക്റ്റായി നോക്കൂ, വലിയ വലിയ സ്വപ്നം കണ്ടിരുന്ന കുട്ടികൾ തങ്ങളുടെ പ്രാഥമിക ക്ലാസ്സുകളിൽ നിന്ന് വലിയ വലിയ വിജയം കൈവരിച്ചിരുന്ന കുട്ടികൾ അവസാനം അവർ SLCക്ക് തോറ്റുപോകാണ്, +2 വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകാണ്, ഡിഗ്രി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയാണ്. എന്താ കാരണം? ഗെയിം അഡിക്റ്റാണ്. അവന്റെ സ്വഭാവത്തെ ബാധിക്കുന്നു, അതവന്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നു, അവന്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. ഒരുപക്ഷെ പ്രതീക്ഷയോടുകൂടി അധ്യാപകർ വളരെ വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്ന കുട്ടികൾ വഴിയിൽ വെച്ച് വീണുപോകാനുള്ള കാരണം എന്താ? ഗെയിമിനഡിക്റ്റാണ്. ഇവിടെ നമ്മൾ പല ചെറുപ്പക്കാരെയും കുറിച്ച് പറയാറുണ്ട്. പകൽ മുഴുവൻ ഇരുന്ന് വീഡിയോ ചെയ്യും, ഗെയിം വീഡിയോസ്, എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ സമ്പാദിക്കും. നമ്മുടെ മക്കൾ അവരുടെ ഫാനുകളായി, ഫോളോവർമാരായി അവരെ പിന്തുടരും. അവസാനം നമ്മുടെ കുട്ടികളുടെ കരിയർ തകർന്നു പോകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോ കുട്ടിയുടെ ഹോസ്റ്റൽ മുറിയിൽ ആരെല്ലാമാണ് താമസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകണം. ക്ലാസ് മുറിക്കകത്തെ സൗഹൃദമാരുമൊക്കെയായിട്ടാണ് എന്ന് രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകണം. കോളേജിനകത്ത്, സ്കൂളിനകത്ത് ആരുമായിട്ടാണ് സൗഹൃദമുള്ളത് എന്ന് രക്ഷിതാക്കൾക്ക് ധാരണയുണ്ടാകണം. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വിശദീകരിച്ച് കടന്നു പോകുന്നില്ല. ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗമാണ് പകരുക, ആരോഗ്യം പകരുക.
രോഗമാണ് പകരുക, ആരോഗ്യം ഒരിക്കലും പകരൂല. എന്റെ നല്ല കുട്ടിയാണ്, അവൻ തെറ്റിലേക്ക് പോകൂല നമ്മൾ ചിന്തിക്കൊള്ളൂ. കൂട്ടത്തിൽ ഒരാളുണ്ടായാൽ മതി തെറ്റു പകരാൻ, ദുസ്വഭാവം പകരാൻ, ദുശീലങ്ങൾ പകർന്ന് എല്ലാവരും മോശക്കാരായി മാറാൻ. അതുകൊണ്ട് സൗഹൃദങ്ങൾക്കാണ് ഏറ്റവും വലിയ റോൾ. ഒരാൾ ലഹരി പരിചയപ്പെടുന്ന എവിടെ നിന്നാണ്? ഒരാൾ മദ്യം പരിചയപ്പെടുന്ന എവിടെ നിന്നാണ്? പുകവലി ആദ്യത്തെ പഫ് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് ആരാണ്? ആദ്യത്തെ ഡ്രിങ്ക്സ് ഒരു കുട്ടിയുടെ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നത് ആരാണ്? വാപ്പയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്താണ് ആദ്യം ഇത് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ നല്ല ധാരണയുണ്ടാകണം, ബോധവാന്മാരാകണം എന്നാണ് മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. വേറൊന്നെന്താണ്? തെറ്റായ ഇസ്ലാമിക വിരുദ്ധ ചിന്തകൾ, മതവിരുദ്ധ ചിന്തകൾ. എന്തിനാണ് ഇങ്ങനെ ഹിജാബ് ഇട്ട് നടക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഞാൻ ജീവിക്കുന്നത്? എനിക്കെന്തുകൊണ്ട് ഇതിന്റെ പുറത്തേക്ക് കടന്നുകൂടാ? ഞാൻ എന്തുകൊണ്ട് ഇതല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാ? ഇതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. മതം പരിഷ്കരിക്കപ്പെടേണ്ടതില്ലേ? മതനിയമങ്ങളിൽ മാറ്റമുണ്ടാകേണ്ടതില്ലേ? ഇതിങ്ങനെ ചില അധ്യാപകരിലൂടെ ചിലർക്ക് കിട്ടും, നേരത്തെ പറഞ്ഞ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലൂടെ ചില ആളുകൾക്ക് കിട്ടും, അതല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെ പല ആളുകൾക്ക് കിട്ടും. അനാവശ്യമായ മതവിരുദ്ധമായ സ്വതന്ത്ര ചിന്തകളിലേക്കും നിരീശ്വര ചിന്തകളിലേക്കും നമ്മുടെ മക്കൾ പതുക്കെ പോകുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന ഒരു സന്തതിയേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന, നാളെ പരലോകത്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വാലിഹായ സന്താനമാണ് എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നല്ല വരുമാനമുള്ള മാർഗമാണെങ്കിൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറുകയാണ്. ആദ്യമൊക്കെ പറയുന്നത് ചെയ്യണോ, അത്തരം വഴികളിലേക്ക് പോകണോ, എന്തിനാ ഇങ്ങനെ വീഡിയോ ഇട്ട് നടക്കുന്നത്, വീഡിയോ റെക്കോർഡ് ചെയ്ത് നടക്കുന്നത് എന്തിനാ? അതൊക്കെ ആദ്യം ചോദിക്കും. പിന്നെ അതിലെ വരുമാനം കിട്ടാൻ തോന്നുമ്പോൾ രക്ഷിതാക്കൾ നിശബ്ദരാകും. ഈ വരുമാനം ഹലാലാണോ, ഈ വരുമാനം ഹറാമാണോ, ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ, ഈ കോഴ്സ് ചേരേണ്ടതാണോ, ഇതൊന്നും ചിന്തിക്കൂല. അതിന്റെ വരുമാനത്തെ കുറിച്ചാണ് രക്ഷിതാക്കളും ചിന്തിക്കുക. പിന്നെ പതുക്കെ അവന്റെ നമസ്കാരമില്ലാതെയാകും, ജുമുഅ പോലും ഇല്ലാതെയാകും. ജുമുഅ പോലും എന്ന് പറഞ്ഞാൽ ജുമുഅ മാത്ര നിർബന്ധം എന്ന അർത്ഥത്തിലല്ല, അത് എത്രമാത്രം മതത്തിൽ നിന്ന് വിദൂരത്തിലേക്കാണ്. പിന്നെ മതത്തെ വിമർശിക്കാൻ തുടങ്ങും, അല്ലെ? പിന്നെ തോന്നി ഏതെങ്കിലും ഒരു മതവുമായി ബന്ധമില്ലാത്ത ആളുകളുമായി ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായി വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. വിവാഹം പോലും നടക്കൂല. നമ്മുടെ സുഹൃത്തുക്കളെ, സമീപ ഭാവിയിൽ ഇപ്പോ ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കേൾക്കുന്നത്, സമീപ ഭാവിയിൽ എല്ലാ വീടുകളിലും സംഭവിക്കാൻ പോകുന്ന സംഗതികളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നല്ല ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ കേട്ടതിന്റെ ഒരു വികാരത്തിന്റെ പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്നല്ല. കുട്ടികളുടെ മനസ്സറിയാതെ, കുട്ടികളുടെ മാനസികാവസ്ഥ അറിയാതെ, കുട്ടികളുടെ സൈക്കോളജി അറിയാതെ ഏതെങ്കിലും നിലക്ക് വളരെ ടോക്സിക് പാരന്റിന് കുട്ടികളുടെ ഒരു പ്രയോഗമുണ്ട്. എന്താണ്? ഒട്ടും മനസ്സലിവില്ലാത്ത ക്രൂരനായ പിതാവ് എന്ന് നമ്മളെ വിലയിരുത്തുന്ന രൂപത്തിൽ, ക്രൂരയായ മാതാവ് എന്ന് നമ്മളെ കുറിച്ച് പറയുന്ന രൂപത്തിൽ കുട്ടികൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകാതെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. എപ്പോഴും പറയാറുള്ളത് എന്താ? കുട്ടികൾക്ക് സംസാരിക്കാൻ ഇടം കൊടുക്കണം. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോ, ഒന്നാമത്തെ സ്റ്റെപ്പ് പിഴക്കുമ്പോ, ഒന്നാമത്തെ ചിന്ത പിഴക്കുമ്പോ ഒരു രക്ഷിതാവിനത് മനസ്സിലാക്കാൻ കഴിയണം. ആദ്യത്തെ സ്റ്റെപ്പിൽ രക്ഷിതാവിന് മനസ്സിലാക്കാൻ കഴിയണം. അതിനെന്താ വഴി? രക്ഷിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സംസാരങ്ങൾ ഉണ്ടാകണം. കുട്ടികൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, ഒരുപക്ഷെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട്, രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിങ്ങൾ സംസാരം കേട്ടിട്ടുണ്ടോ, അവിടെയൊക്കെ ആവർത്തിച്ചു കേൾക്കുന്നതും എന്നാൽ ഇന്നേ വരെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതുമായ സംഗതിയാണിത്. എവിടേക്കും നമ്മുടെ കുട്ടികൾ പോകില്ല.
എവിടേക്കും നമ്മുടെ കുട്ടികൾ പോകില്ല. ഒരടി തെറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളോട് വിശേഷങ്ങൾ ചോദിക്കാൻ കഴിയണം അല്ലേ? എന്തെങ്കിലും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സംസാരമല്ല നടക്കേണ്ടത്, ഓരോ ദിവസവും നടക്കണം. സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കണം, കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കണം, ജീവിതത്തിലെ തെറ്റായ അനുഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കണം, അത് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ മുന്നിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതല്ല, സൗഹൃദപരമായി ഇന്നെന്തുണ്ടായി എന്ന ഒറ്റ ചോദ്യം ഇട്ട് കൊടുത്താൽ മതി. അത് പറയുന്നത് ഒരു ശീലമാക്കി വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ മക്കളെ നമ്മുടെ പിടിയിൽ നിർത്താൻ നമുക്ക് കഴിയുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പുസ്തകം വാങ്ങിച്ചു കൊടുത്തു, ബാഗ് വാങ്ങിച്ചു കൊടുത്തു, യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു, നല്ല ഫീസ് കൊടുക്കുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഒരു രക്ഷിതാവെന്ന നിലക്ക് ഞാൻ വലിയ വിജയമാണ് എന്ന് സമാധാനിച്ചിരിക്കരുത് സുഹൃത്തുക്കളെ. നമ്മുടെ കുട്ടിയുടെ ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നു എന്നറിയണം. ഫോൺ കയ്യിൽ കിട്ടുന്നില്ല എന്നറിയണം. അവരുമായുള്ള ഇന്ററാക്ഷൻ ദിവസവും, ആശയവിനിമയം, പരസ്പരമുള്ള സംസാരം, സൗഹൃദം ഓരോ ദിവസവും നടക്കണം. ആരുമായിട്ടാണ് കൂട്ടി എന്നറിയണം. അവൻ കാണുന്ന, അവൻ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ആരാണെന്നറിയണം. അവിടെ നമുക്ക് അവരെ ഡയറക്ട് ചെയ്യാൻ സാധിക്കണം. നല്ല ക്ലാസുകൾ കിട്ടുന്ന, അപൂർവമെങ്കിലും നല്ല ക്ലാസുകൾ കിട്ടുന്ന, നല്ല വീഡിയോസ് ചെയ്യുന്ന, നല്ല നല്ല ആശയങ്ങൾ ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് അവരെ വഴിതിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അതിലല്ലാത്തടത്തേക്ക് പോകുന്നത് ഗൗരവമാണ്, അപകടമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ രക്ഷിതാവ് പറഞ്ഞാൽ മതിയാകും, ചിലപ്പോൾ പിതാവാകും പറയേണ്ടത്, ചിലപ്പോൾ മാതാവാകും പറയേണ്ടത്, ചിലപ്പോൾ അധ്യാപകനാകും പറയേണ്ടത്, ചിലപ്പോൾ ഒരു കൗൺസിലറാകും പറയേണ്ടത്, നമ്മളല്ലാത്ത ഒരു സുഹൃത്താകും പറയേണ്ടത്. ആരാണ് സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കി അവിടെ ഇടപെടണം. ഞാൻ പറയുന്നത് രക്ഷാകർതൃത്വം എന്നത്, പാരന്റിംഗ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഗൗരവമുള്ള ഉത്തരവാദിത്വമാണ് എന്ന് ബോധ്യപ്പെടുന്നിടത്ത് രക്ഷിതാവ് പരാജയപ്പെടുമ്പോഴാണ് കുട്ടികൾ മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് പോകുന്നത്, കുട്ടികൾ ലഹരികളുടെ ലോകത്തേക്ക് പോകുന്നത്. ഞാൻ ജീവിക്കുന്ന സാഹചര്യം, ഞാൻ വളരുന്ന സാഹചര്യം എന്റെ ഭാവിയെ നശിപ്പിച്ചു കളയുന്ന, എന്റെ ജീവിതത്തെ തുലച്ചു കളയുന്ന, ഞാൻ ജീവിതത്തിൽ ഒരു തോൽവിയാകാൻ കാരണമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ ജീവിതം സക്സസ് ആകുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. കാണുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാനുള്ളതല്ല, കാണുന്നതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല. നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്കപ്പുറം നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞു തന്ന മതപരമായ ആ അധ്യാപനങ്ങൾക്കപ്പുറം ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡ്രസ്സിങ്ങിൽ, നമ്മുടെ ഹെയർ സ്റ്റൈലിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഫോൺ ഉപയോഗത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയാണ്. നമ്മൾ ശരിക്കും ഗൗരവത്തോടെ എടുക്കണം. എങ്ങനെ തിരിച്ചറിയും? വളരെ സിമ്പിളാണ്. കുട്ടികളോടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. എങ്ങനെ തിരിച്ചറിയും എന്റെ വഴി ശരിയാണോ തെറ്റാണോ എന്ന്? എങ്ങനെ തിരിച്ചറിയും? വളരെ സിമ്പിളാണ്. മദ്രസയിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾക്ക് എന്താണോ എതിരാകുന്നത് അത് തെറ്റാണ്. അതിന്റെ അവസാനമുള്ളത് ഒരു വലിയ വാരിക്കുഴിയാണ്, ഒരു വലിയ ഗർഭമാണ്. പിന്നെ നമുക്ക് കരകയറാൻ കഴിയാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ വീണു പോവുക. ഏറ്റവും അധികം ഒരു മനുഷ്യനെ ഭൂമി ലോകത്ത് മനുഷ്യരിൽ സ്നേഹിക്കുന്നതാരാണ്? മാതാപിതാക്കളാ. കുട്ടികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. മാതാപിതാക്കളാണ്. അറിയോ, ഞാൻ ചെയ്യുന്നത് എന്റെ ഉമ്മ അറിയാൻ പാടില്ലെന്ന് എവിടെ ചിന്തിക്കുന്നുവോ, ഞാൻ ചെയ്യുന്നത് എന്റെ ഉപ്പ അറിയരുതെന്ന് എവിടെ ചിന്തിക്കുന്നുവോ, അത് നമ്മുടെ വഴിവിട്ട സഞ്ചാരത്തിന്റെ തുടക്കമാണ്. അത് നമ്മുടെ പരാജയത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. ഇതെന്റെ ഉമ്മ അറിയരുത്, ഇതെന്റെ ഉപ്പ അറിയരുത്, ഇതെന്റെ അധ്യാപകൻ അറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പോയിന്റ് എവിടെ തുടങ്ങുന്നുവോ അത് പരാജയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മാതാവ് അറിയാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഉപ്പ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നില്ല.
അല്ലെ, ഒരാൾ പറഞ്ഞിരുന്ന ഒരു കാര്യം അത് വിശ്വാസത്തിനെതിരാണെങ്കിൽ, അത് മതനിയമത്തിനെതിരാണെങ്കിൽ അത് പരാജയമാണ്, അത് പ്രശ്നമാണ്, അത് അപകടമാണ്. അത് നമുക്ക് മനസ്സിലാകാൻ ഒരു പക്ഷേ കുറെ കാലമെടുക്കും. നമ്മളെങ്ങനെ മനോഹരമായി പറഞ്ഞു പഠിപ്പിച്ചു തരും. വിവാഹം ഭാരമാണെന്ന്, കല്യാണം പ്രശ്നമാണെന്ന്, അല്ലേ, സ്ത്രീ പുരുഷ സൗഹൃദമാണ് നല്ലതെന്ന്, ലിവിംഗ് ടുഗദറാണ് നല്ലതെന്ന് നമ്മളെങ്ങനെ നിരന്തരമായി പറഞ്ഞുതരും. പക്ഷെ എപ്പോഴാ അതിന്റെ പരാജയത്തിലേക്ക് എത്തുക? ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. എന്തറിയോ, ഒരു അമേരിക്കയിലെ ഒരു സഹോദരിയുടെ കഥ പറയുന്നത്. 70-ാം വയസ്സിൽ അവർക്ക് രോഗം ബാധിച്ച് മുകളിലെ തന്റെ ഫ്ളാറ്റിൽ നിന്ന്, തന്റെ താമസ സ്ഥലത്ത് നിന്ന് താഴെയുള്ള ബാത്റൂമിൽ കൊണ്ടുപോയി, സ്വന്തം മുറിയിൽ നിന്ന് മൂത്രം പാത്രത്തിലൊഴിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒഴിക്കേണ്ടി വരുന്ന, അതിനാരും സഹായിക്കാനില്ലാതെ പോകുന്ന വഴിക്ക് കയ്യവറച്ച് മൂത്രം പുറത്തുപോയി. അതിന്റെ പേരിൽ പിന്നെ കെട്ടിട സമുച്ചയത്തിൽ താമസിക്കുന്ന എല്ലാവരും അവരെ ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. 70-ാമത്തെ വയസ്സിൽ ആരും അവരെ പരിപാലിക്കാനില്ല, ആരും അവരെ ശുശ്രൂഷിക്കാനില്ല. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് പിഴച്ചുപോയത്? എവിടെ പിഴച്ചുപോയതെന്നറിയോ? വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിടത്ത്, കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചിടത്ത്, ജീവിതത്തിന്റെ ഒരു 40 കൊല്ലം ഇതൊക്കെ ആഘോഷിക്കും, 50 കൊല്ലം വരെ ഇതൊക്കെ ഭയങ്കര സംഭവമായ ഒരു ആശയമായി ഇത് പഠിപ്പിക്കും, പറയും. പക്ഷേ വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് എത്തുമ്പോ, തന്നെ പരിപാലിക്കാൻ ഒരു മക്കളില്ലാതെ വരുമ്പോ, തന്നെ ശുശ്രൂഷിക്കാൻ ഒരു പേരക്കുട്ടി ഇല്ലാതെ വരുമ്പോ, പറഞ്ഞത് ഒരു ലോങ് ടേമിലാണ്, ദീർഘകാലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മെ നയിക്കുന്ന ആശയങ്ങളുടെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചു തുടങ്ങുക. അത് ഇവിടെ പിഴക്കാതിരിക്കണം, തുടക്കത്തിൽ പിഴക്കാതിരിക്കണം. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവിടെയാണ് നമുക്ക് വിജയമുണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളി പരിപാലന ഫണ്ടിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ സദഖകളിൽ നിന്നുള്ള കനപ്പെട്ട ഒരു വിഹിതം നൽകണമെന്ന് ഓർമ്മപ്പെടുത്താൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വുളു എടുക്കുന്ന സ്ഥലം, നമ്മുടെ ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. കുറച്ചു കാലമായി ചെറിയ അങ്ങനത്തെ ചില നവീകരണ പ്രവർത്തനങ്ങളിലാണ്. പള്ളി എയർ കണ്ടീഷൻ ചെയ്തു, ഇവിടെ കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഈ വീടിനു വേണ്ടി ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ നിർവഹിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവരും ഈ പള്ളിയെ പരിഗണിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നോർമലി സാധാരണഗതിയിൽ ഒരു രക്ഷിതാവിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ബാഗും കുടയും പുസ്തകവും യൂണിഫോമും ഫീസും ഒക്കെ മാത്രമായിരിക്കും. പുതിയ സാഹചര്യത്തിൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്കറിയാം, പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം വേറൊരു മിനിഞ്ഞാന്നൊരു കോർട്ട് ഓർഡർ വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ വേനാട്ടെ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികൾ, കുട്ടി കൊല്ലപ്പെടാൻ കാരണമായതിലെ പ്രതികൾക്ക് തുടർന്നു പഠിക്കാൻ അനുവാദം നൽകണമെന്ന ആവശ്യത്തെ കോടതി അത് പാടില്ല, അവർക്ക് 3 വർഷം ഡീബാർ ചെയ്യണം എന്ന്, അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് കോടതി പറഞ്ഞൊരു വാർത്തയും വന്നിരുന്നു. പറയുന്നത് SLC പരീക്ഷയിൽ നേരത്തെ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടി കൊല്ലപ്പെട്ടതിലെ പ്രതികളുടെ റിസൾട്ട് നേരത്തെ പരീക്ഷാ ബോർഡ് തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ കുട്ടികൾ കൊല്ലപ്പെടുന്നു, പ്രതികൾ കുട്ടികൾ തന്നെയാവുന്നു, അടുത്ത ബെഞ്ചിൽ ഇരുന്നവൻ അടുത്തുള്ള ആളെ കൊല്ലുന്നു. ഇതൊക്കെ എത്ര ഭീകരമായ ഒരവസ്ഥയാണ്. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആവശ്യമായ ബോധവൽക്കരണം മക്കൾക്ക് കൊടുക്കണം.
അവർ ദീനിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ ആവർത്തിച്ച് പറയാറുള്ള പോയിന്റാണ്, പരലോകമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് തെറ്റുകാരനാകാൻ കഴിയില്ല. കുട്ടികളും അത് ശ്രദ്ധിക്കണം. ഒരാളെ വേദനിപ്പിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു സംഗതി. നബിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാന, ഒരു സ്ത്രീ, തഖൂമുൽ ലൈൽ, അവിടെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, വതസൂമുൻ നഹാർ, നോമ്പ് റമദാനിന് പുറമെ ഒരുപാട് നോമ്പെടുക്കുന്ന ആളാണ്, വതഫഅലു വതസദ്ദഖ്, അവൾ ധാരാളം സ്വതക്ക ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളുടെ തഖ്വ എത്രയായിരിക്കും? മാത്രം മതിയല്ലോ. ഇപ്പൊ തഖ്വയുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെ സുന്നത്ത് നോമ്പുകൾ എടുക്കും, ധാരാളം സ്വതക്ക ചെയ്യും, പക്ഷേ അവൾ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കും. അവളുടെ നാവ് അയൽവാസികൾക്ക് ഒരു ശല്യമാണ്. നബി എന്താ പറഞ്ഞതറിയോ? ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല. ഫഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിയാണ്. വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ മതി, നരകത്തിന്റെ ആളാവാം. മറ്റൊരാളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ മതി, നരകത്തിന്റെ ആളാവാം. ശരീരം വേദനിപ്പിക്കുന്നതോ നമ്മുടെ പരലോകത്ത് നമ്മൾ സേഫ് ആക്കണം, നമ്മൾ സുരക്ഷിതമാക്കണം. പ്രവാചകൻ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസ്വാഹിബിഹിൽ ഉഖൂബ ഫി ദുനിയ മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറ. പരലോകത്ത് ശിക്ഷ കിട്ടുന്നതോടൊപ്പം ദുനിയാവിൽ അല്ലാഹു വേഗം ശിക്ഷ കൊടുക്കുന്ന തിന്മ ഏതാണെന്ന് അറിയാമോ? ഏതാണ്? അൽ ബഗി വഖതിഅത്തി റഹിം. മിനൽ ബഗി വഖതിഅത്തി റഹിം. അത് ഒന്ന് കുടുംബബന്ധം മുറിക്കലാണ്, രണ്ട് മറ്റൊരാളുടെ മേൽ അതിക്രമം ചെയ്യലാണ്, വേറെ ഒരാളുടെ രോമത്ത് തൊടാനുള്ള അധികാരം അല്ലാഹു നമുക്ക് തന്നില്ല. ഒരാളുടെ രോമത്ത് തൊടാൻ, ഒരു വിരൽ കൊണ്ട് തൊട്ട് വേദനിപ്പിക്കാൻ അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല. നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്ക് വേദനിച്ചാൽ ഈ ലോകത്ത് അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കും. നമ്മൾ കാരണം ഒരാളുടെ മനസ്സിന് വേദനയുണ്ടായാൽ ഈ ലോകത്ത് അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കും. കുട്ടികളെ അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല വിശ്വാസിയുടെ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗം നേടുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സൽവൃത്തരിൽ, സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് മറ്റു പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.